കളി മൂട് കളിയാർന്ന് ഇങ്ങനെ ജയിക്കും നമ്മ പ്രതീക്ഷയില്ല. ശാന്തി കളി, ഏത് മൂട്, പൊള്ളി മൂട്. അടിപൊളി കളിയായിരുന്നു, സൂപ്പർ. നമ്മൾ പ്രതീക്ഷയേക്കാൾ കൊടുത്ത കാശ് മുതലാക്കി തന്നെ കളിച്ചിട്ടുണ്ട്. നല്ല കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉറപ്പായിട്ടും കാരണം ലൂണ അവിടെ വരുമ്പോൾ ആ സപ്പോർട്ടിങ് കൺട്രോൾ ചെയ്യും. കാരണം നോഹയാണ് ഇപ്പോൾ ലൂണയുടെ സ്ഥാനത്ത് കളിക്കുന്നത്. ആ സപ്പോർട്ടിങ് വരുമ്പോൾ മിഡ് മാറി, കാരണം നോഹയും പെപ്പർ സ്ട്രൈക്കർ വരുമ്പോൾ അത്രയും കളി മുന്നോട്ട് വരും. നെഞ്ചിനകത്ത് ബ്ലാസ്റ്റേഴ്സ് എന്നും എപ്പോഴും ബ്ലാസ്റ്റേഴ്സ്. ഗംഭീരം കളി, തിരിച്ചു വരും. കംബാക്ക് അടിച്ചു, ആദ്യം ഒന്നും തോന്നുന്നു 2 റൺ അടിച്ചു. കിടിലൻ കളി, ഒന്നും പറയാനില്ല. തിമിർത്ത് ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. കിടിലൻ കളി, സൂപ്പർ ആയിരുന്നു, കളി സൂപ്പർ ആയിരുന്നു. പിന്നെ കളി അടിപൊളിയായിരുന്നു. പക്ഷെ ആദ്യത്തെ ഹാഫൊക്കെ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ ഞെട്ടിപ്പോയില്ല. കാരണം വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞങ്ങൾ വരുമ്പോഴേ വിചാരിച്ചെന്ന് കപ്പടിക്കുന്നു. അടിപൊളിയായിരുന്നു, ഏറെക്കുറെ അടിപൊളി കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊന്ന് നമ്മൾ പ്രതീക്ഷ പോലെ കളിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് ബെറ്റർ ആയിട്ട് കളിച്ചു. അതിൽ അടിപൊളി കളിയായിരുന്നു. കപ്പെടുക്കും ഇപ്രാവശ്യം, എന്തായാലും കപ്പെടുക്കും, പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യം എന്തായാലും. ഫസ്റ്റ് ഹാഫിൽ ഒരു എന്തിനെട്ടാനാ, കാരണം ഒരു ചെറിയൊരു പേടിലുണ്ടെങ്കിലും നമ്മുടെ പിള്ളേരല്ലേ കളിക്കുന്ന അസറും അയ്മാനും കൂടെ കളിക്കാണെങ്കിൽ ഇതിനെ കളി തിരിഞ്ഞവിടെ. പെപ്രേഷൻ വേറെ ലെവലല്ലേ, കാരണം പറയേണ്ട കാര്യമില്ല. പെപ്രേഷൻ വേറെ ലെവലാ, ഇച്ചായം വേറെ പൊളിയാ. കളിക്കാമെന്നുണ്ടെങ്കിൽ ജയിച്ചു ഈ പ്രാവശ്യം കപ്പ് നേടിയിരിക്കും. അത് കളിയാ. ഇന്ന് ഇപ്പോൾ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ലെവലിലേക്ക് ട്രാക്കിലേക്ക് കയറിയില്ല. സെക്കൻഡ് ഹാഫ് പക്ഷേ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇയാളുടെ സ്റ്റാറുടെ വെർട്ടിക്കൽ ഫുട്ബോളൊന്നും ഒരിക്കലും പോവില്ല. പൊസിഷൻ ഫുട്ബോൾ തന്നെ കളിച്ചാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. സൂപ്പർ, പൊളി, വേറെ ഒന്നും പറയാനില്ല. പൊളിച്ച്, അത്രേ ഉള്ളൂ. കംബാക്കാണ്, കംബാക്ക്. നോസത് പൊളിച്ച് പെപ്പറേ. അത് നേരത്തെ പോയി. സൗണ്ട് പോട്ട് കളി പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് വിചാരിച്ചു കിട്ടി. വന്നതോടുകൂടി കളി തന്നെ നോഹയും എപ്രയും കൂടെ ഒളിപ്പം കളി കളിക്കും. ലൂണയും കൂടെ വരുമ്പോ മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ല വൈബ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വിഷയത്തിൽ നല്ല ആവേശമായി കളി. അടുത്ത പ്രാവശ്യം ലൂണ ഇവിടെ സ്ട്രൈക്കർ ഫസ്റ്റ് 11 ഇറങ്ങുമ്പോൾ ബിമോഹനോട് ലൂണ പൊളിച്ചിരിക്കും. കാരണം ലൂണയുടെ സ്ഥാനത്താണ് കളിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യം നോഹ കളിക്കുന്ന ലൂണയുടെ സ്ഥാനത്ത് കളിക്കുന്നത്. ലൂണയുടെ സ്ഥാനത്ത് നോഹ കളിക്കുമ്പോൾ നോഹ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പോരായ്മ കാണുന്നുണ്ട്. അത് അടുത്ത വർഷം നിരത്തിയിട്ടുണ്ട്. അടുത്ത ബാംഗ്ലൂരായിട്ടുള്ള കളിയിൽ ഹോം മാച്ചിൽ നമ്മൾ ജയിച്ചിരിക്കും. ഓക്കെ, കപ്പം കൊണ്ടേ പോകുന്നു. 100% വിജയം. സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വന്നു, ടാറ്റിക്സ് മാറിയതിനു ശേഷം അടിപൊളി കളി. സൂപ്പർ അല്ലേ, ഒരു രക്ഷയില്ലാത്ത കളി. കപ്പടിക്കും നമ്മളിപ്പോ, എന്താ ഡൗട്ട് അതില്. സൂപ്പർ കിടിലൻ കളി. നല്ല കളിയായിരുന്നു. നേരത്തെക്കാളും ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. പൊളിയായിരുന്നു, പൊളി, ഒന്നും പറയാനില്ല. പറയാനില്ല, തീ പൊളി. അടിപൊളി കളിയാണ്. ഇനി ബെറ്റർ ആവുന്നുണ്ട്. സൂപ്പറാ. ഞങ്ങളൊരു ആഗ്രഹം നടക്കുമോ എന്തോ ആർക്കറിയാം. മൊത്തത്തില് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഭയങ്കര കിടുങ്ങിയോന്ന് ചോദിച്ചാൽ കിടുങ്ങി. മലയാളി ഇറങ്ങി അപ്പോഴേ ഗോളങ്ങ് വീണപ്പോ ഒരു പിന്നെ കടം വീട്ടിയ പോലെ ഉണ്ടായിരുന്നു. അടുത്ത കളി അടിപൊളി കളി, ഒന്നും പറയില്ല. അടിപൊളി, സൂപ്പർ. ആരെ കോള ഇഷ്ടപ്പെട്ടെ? പ്രാവശ്യം കപ്പ് ബ്ലാസ്റ്റേഴ്സ് അടിക്കോ? എന്നാ ഒരു ജയ് വിളിച്ചേ. എന്താ പറയല്ലേ, കളി എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെ കടക്ക് വീട്ടിൽ തുടങ്ങുവനെ ഒരു ജയ് വിളിച്ചേ. ആവേശം പോരല്ലോ.
വിജയം ഇനി കപ്പ് ഞങ്ങൾ അടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ജയ്. ഇന്നത്തെ കളികളെ ലൂണ ഇറങ്ങിയില്ല, അതിന് സങ്കടമുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ കെവിനുണ്ട്, അവൻ കളി ജയിക്കും.